ഹലോ ഹലോ. കേക്കാം. എന്നാലും ചെറിയൊരു ബാലമുണ്ടല്ലേ? ഉണ്ട്. തോന്നുന്നില്ല പറയാം. കഴിഞ്ഞ ആഴ്ച ഞാൻ വിശദമായിട്ട് പറഞ്ഞ അർമഗദോന്റെ താഴ്വരയെ കുറിച്ചും അതിന്റെ മികവ് താഴ്വരയെ കുറിച്ചാണ് പഠിച്ചത്. ലോകത്തിലെ അവസാന യുദ്ധത്തിനായുള്ള സമയം അടുത്തു. ആദ്യമായി യോഹന്നാന് ബൈബിൾ ഉപയോഗിച്ച ഹർമഗദോൻ എന്ന വാക്ക് മനുഷ്യർ ഇന്ന് പരക്കെ ഉപയോഗിക്കുന്നുണ്ട്. എല്ലായിടത്തും അത് ഒരു ഹൗസ് ഹോൾഡ് നെയിമാണ്. പക്ഷെ വേദോസ്തവത്തിൽ ഒരു സ്ഥലത്ത് മാത്രമേ ഇത് ഉപയോഗിച്ചിട്ടുള്ളൂ. പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങൾ നടക്കുന്നതിന് വേണ്ടി ദൈവം തെരഞ്ഞെടുത്തത് ലോകത്തിലെ ഇസ്രായേലിനെയാണ് എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രസ്താവിച്ചതുപോലെ ലോകത്തിലെ പാപം വന്നത് മൂലം ആ പാപത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി കർത്താവ് യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് ഇസ്രായേലിൽ വന്ന് ജെറുസലേമിൽ മലമുകളില് കാൽവറി ഗോൽഗോത്ത മലമുകളിലാണ് കർത്താവ് യേശുക്രിസ്തു അവിടെ മരിച്ച് നമുക്ക് മാനവജാതിക്ക് രക്ഷ പ്രദാനം ചെയ്തത്. അതുപോലെ അതിനുശേഷം എല്ലാരും മ്യൂട്ടല്ല, ഒരാളെ കാണുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലെ ഈ പാപത്തിന് അന്തം വരുത്തിക്കൊണ്ട് ഈ 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പ് ഇത് ന്യായവിധി നടത്തി ഈ മെഗിദോ താഴ്വരയിൽ വെച്ചാണ് അർമഗദോ യുദ്ധം നടത്തിയാണ് 1000 ആണ്ട് വാഴ്ച നടത്തുന്നത്. ഈ രണ്ട് സംഭവങ്ങളും പത്രോസിന്റെ വാക്കുകൾ പറഞ്ഞാൽ അവിടെ ഞാൻ കഴിഞ്ഞ ആഴ്ച വായിച്ചാണ്, ജാതികളും ഇസ്രായേൽ ജനവും ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണം എന്ന നിന്റെ കുജബലവും ആലോചനയും മുൻ നിയമിച്ചിരിക്കുന്നു. ഇതൊക്കെയും ചെയ്തിരിക്കുന്നു നിശ്ചയം. അപ്പസ്തലപ്രവൃത്തി 4:27-28 വാക്യത്തിൽ അത് കഴിഞ്ഞ് അത് പറഞ്ഞാണ് കഴിഞ്ഞ ആഴ്ച ക്ലാസ് സമാപിച്ചത്. അപ്പം ഈ ഹർമഗദോൻ യുദ്ധം മെഗിദോ താഴ്വരയിലെ ആദ്യം മുതലുള്ള യുദ്ധത്തെ കുറിച്ച് ഞാൻ ഒരു ലിസ്റ്റ് തന്നായിരുന്നു, കഴിഞ്ഞ ആഴ്ച വിവരിച്ചായിരുന്നു. അതിൽ ഒരു കാര്യം ഞാൻ വിട്ടുപോയത്, ഈ മെഗിദോ താഴ്വരയിൽ 1917 ഈ ഇസ്രായേല് രാജ്യം രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ അവസാനം 1917 ഗ്രേറ്റ് ബ്രിട്ടൻ ഒട്ടോമൻ തുർക്കികളിൽ നിന്ന് വിടുവിച്ചു. ജനറൽ അലൻബി ആയിരുന്നു അതിന്റെ നേതാവ്. അന്നേരം ജയിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു ഏത് പേരാണ് വേണ്ടിയെന്ന് ചോദിച്ചു. അങ്ങനെ പട്ടാളത്തിൽ നമുക്കറിയാം, പിന്നെ ഈ സൈനിക നേതാവിന് ജയിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലത്തിന്റെ പേര് വെച്ചായിരിക്കും അവരെ പിന്നെ അറിയപ്പെടുന്നത്. നമുക്ക് ലോറൻസ് ഓഫ് അറേബ്യ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. മൗണ്ട് ബാറ്റൻ ഓഫ് ബർമ്മ, നമ്മുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആയിരുന്നു ഇന്ത്യയിലെ സ്വാതന്ത്ര്യം പ്രാപിച്ച സമയത്ത്, മൗണ്ട് ബാറ്റൻ പ്രഭു. അദ്ദേഹത്തിന്റെ പേര് മൗണ്ട് ബാറ്റൻ ഓഫ് ബർമ്മ. അപ്പം ഈ അലൻബിയോട് ചോദിച്ചു ഏത് പേരാ വേണ്ടത്. അന്നേരം എല്ലാവരും ഓർത്തു 1900 ആ വർഷങ്ങളില്, ആ നൂറ്റാണ്ടില് ഗ്രേറ്റ് ബ്രിട്ടനിലെ നേതാക്കന്മാർക്കും പട്ടാളക്കാർക്കും എല്ലാം ഈ ബൈബിൾ പ്രവചനം നല്ല പോലെ അറിയാമായിരുന്നു. പക്ഷെ ആ പ്രവചന ഡോക്ടറിന് ആ പ്രവചന പഠിപ്പീരുകളെല്ലാം അവരെല്ലാം മനസ്സിലാക്കി ഭാവിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു. എന്നാൽ അദ്ദേഹം എല്ലാവരും ഓർത്തത് അലൻബി ഇസ്രായേൽ എന്ന് പേര്, അല്ലെങ്കിൽ ജെറുസലേം, അലൻബി ഓഫ് ജെറുസലേം എന്ന വല്ലതും തിരഞ്ഞെടുക്കുമെന്നാണ് ഓർത്തിരുന്നത്. എന്നാൽ അലൻബി പ്രിഫർ ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് വിസ്കൗണ്ട് അലൻബി ഓഫ് മെഗിദോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അതിന്റെ ഒഫീഷ്യൽ നെയിം ഫസ്റ്റ് വിസ്കൗണ്ട് അലൻബി ഓഫ് മെഗിദോ. അപ്പം ഭാവിയിലൂടെ നടക്കുന്ന ആ പ്രവചനപരമായിട്ടുള്ള യുദ്ധത്തെ കുറിച്ച് അലൻബിക്ക് വളരെ നിശ്ചയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ആ പേര് സ്വീകരിച്ചത്. നമ്മള് ഈ 16-ാം അധ്യായം നമ്മൾ ശരിക്കും പഠിക്കുന്നതുകൊണ്ട് അതിന്റെ ഇന്ന് അത് വായിച്ചിട്ട്, ഇന്ന് പുതിയ ആൾക്കാരുള്ളത് കൊണ്ട് നമ്മൾ അത് വായിക്കാതെ പോയാൽ അത് പിന്നെ ഇത് ഓരോരുത്തർ കേൾക്കുമ്പോൾ അത് മുറിഞ്ഞിരിക്കുന്നത് കൊണ്ട് ആദ്യം മുതൽ നമ്മളത് വായിക്കുന്നതായിരിക്കും ഉത്തമം. അത് ഞാനിവിടെ ലിസ്റ്റ് തരുന്നത് 16-ന്റെ 12 മുതൽ 21 വരെ വായിക്കുക ആദ്യം, ആരെങ്കിലും സഹോദരിമാര്. 6-ാമത്തവൻ തന്റെ കലശം യൂഫ്രട്ടീസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുക്കേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും, മൃഗത്തിന്റെ വായിൽ നിന്നും, കള്ളപ്രവാചകന്റെ വായിൽ നിന്നും തവളയെപ്പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെട്ടു വന്നത് ഞാൻ കണ്ടു. ഇവ സർവ്വഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കിലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. ഞാൻ കള്ളനെ പോലെ വരും.
തന്റെ ലജ്ജ കാണുമാറും നഗ്നനായി നടക്കാതിരിപ്പാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. അവരെ എബ്രായ ഭാഷയിൽ ഹർമഗദ്ദോൻ എന്ന പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർത്തു. ഏഴാമത്തവൻ തന്റെ കലശം ആകാശത്തിൽ ഒഴിച്ചു. അപ്പോൾ സംഭവിച്ചു തീർന്നു എന്ന് ഒരു മഹാശബ്ദം ദൈവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു. മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും ഉണ്ടായി. ഭൂമിയിൽ മനുഷ്യർ ഉണ്ടായത് മുതൽ അതുപോലെ അത്ര വലുതായ ഒരു ഭൂകമ്പം ഉണ്ടായിട്ടില്ല. മഹാനഗരം 3 അംശമായി പിരിഞ്ഞു. ജാതികളുടെ പട്ടണങ്ങളും വീണുപോയി. ദൈവകോപത്തിന്റെ ക്രോധമദ്യമുള്ള പാത്രം മഹാബാബിലോണിന് കൊടുക്കേണ്ടതിന് അവളെ ദൈവസന്നിധിയിൽ ഓർത്തു. സകല ദ്വീപും ഓടിപ്പോയി. മലകൾ കാണാനില്ലാതെയായി. കാലന്തോളം ഘനമുള്ള കല്ലായി വലിയ കന്മഴ ആകാശത്തു നിന്ന് മനുഷ്യരുടെ മേൽ പെയ്തു. കന്മഴയുടെ ബാധ ഏറ്റവും വലുതാകൊണ്ട് മനുഷ്യർ ആ ബാധ നിമിത്തം ദൈവത്തെ ദുഷിച്ചു. അപ്രീഷിയേറ്റ് വെരി മച്ച്. ഇനിയും വേറൊരു സഹോദരി ദാനിയേൽ പ്രവചനം 11:40 മുതൽ 45 വരെ വായിക്കാം. ഇന്ന് ഇങ്ങനെ വളരെ വാക്യങ്ങൾ വായിക്കാനുണ്ട്. നിങ്ങൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നേരത്തെ വേണമെങ്കിൽ ഞാൻ പറയാം. പലരും മാറി മാറി എടുത്ത് വെച്ചിരിക്കുക. അതിൽ സമയം അധികം കളയാതെ വായിക്കാൻ പറ്റും. അതുകൊണ്ട് ദാനിയേൽ പ്രവചനം 11:40 മുതൽ 45 വരെ വായിക്കുക ഇതിനോടനുബന്ധിച്ച്. പിന്നെ അന്ത്യകാലത്ത് തെക്കേ ദേശത്തിലെ രാജാവ് അവനോട് എതിർത്തു മുട്ടും. വടക്കേ ദേശത്തിലെ രാജാവ് രഥങ്ങളോടും കുതിരച്ചേവകരോടും വളരെ തെക്കേ ദേശത്തിലെ രാജാവ് അവനോട് എതിർത്തു മുട്ടും. വടക്കേ ദേശത്തിലെ രാജാവ് രഥങ്ങളോടും കുതിരച്ചേവകരോടും വളരെ കപ്പലുകളോടും കൂടെ ചുഴലിക്കാറ്റ് പോലെ അവന്റെ നേരെ വരും. അവൻ ദേശങ്ങളിലേക്ക് വന്ന് കവിഞ്ഞ് കടന്നു പോകും. അവൻ മനോഹര ദേശത്തിലേക്കും കടക്കും. 10,000 പേർ ഇടറി വീഴും. എങ്കിലും ഏദോമും മോവാബും അമ്മോന്യ ശ്രേഷ്ഠന്മാരും അവന്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോകും. അവൻ ദേശങ്ങളുടെ നേരെ കൈ നീട്ടും. മിസ്രയീം ദേശവും ഒഴിഞ്ഞു പോകയില്ല. അവൻ പൊന്നും വെള്ളിയുമായ നിക്ഷേപങ്ങളെയും മിസ്രയീമിലെ മനോഹര വസ്തുക്കളെയും കൈവശമാക്കും. ലുബ്യരും കൂശ്യരും അവന്റെ അനുചാരികളായിരിക്കും. എന്നാൽ കിഴക്ക് നിന്നും വടക്കു നിന്നും ഉള്ള വർത്തമാനങ്ങളാൽ അവൻ പരവശനാകും. അങ്ങനെ അവൻ പലരെയും നശിപ്പിച്ച് നിർമൂലനാശം വരുത്തേണ്ടതിനെ മഹാക്രോധത്തോടെ പുറപ്പെടും. പിന്നെ അവൻ സമുദ്രത്തിനും മഹത്വമുള്ള വിശുദ്ധ പർവ്വതത്തിനും മധ്യേ മണിപ്പന്തൽ ഇടും. അവിടെ അവൻ അന്തരിക്കും. ആരും അവനെ രക്ഷിക്കുകയുമില്ല. താങ്ക് യു സിസ്റ്റർ, അപ്രീഷിയേറ്റ് വെരി മച്ച്. ഇത് ഇവിടെ വായിക്കുന്ന അന്ത്യക്രിസ്തുവിന്റെ അന്ത്യത്തെ കുറിച്ചാണ് നമ്മളിവിടെ വായിച്ചത്. ഇസ്രായേൽ യുദ്ധത്തിന് വരുന്ന 2 സഖ്യകക്ഷികൾ തോറ്റു കഴിയുമ്പോൾ അന്ത്യക്രിസ്തു ഇസ്രായേലുമായി സഖ്യത്തിൽ ഇടപെടും. ഇപ്പം വായിച്ച 16 വെളിപാട് പുസ്തകം 16:16 പാശ്ചാത്യ രാജ്യങ്ങളെ നയിക്കുന്ന അന്ത്യക്രിസ്തു ആയിരിക്കും. യെരുശലേമിൽ അന്ത്യക്രിസ്തു ആസ്ഥാനമാക്കി അവിടെ ഹെഡ്ക്വാർട്ടേഴ്സ് യെരുശലേം ആക്കും അന്ത്യക്രിസ്തുവിന്റെ. അപ്പം ദാനിയേൽ 11:45 ഇപ്പം വായിച്ചു കഴിഞ്ഞുള്ളൂ സിസ്റ്റർ. അന്ത്യക്രിസ്തുവിന്റെ കയ്യിൽ നിന്ന് ഏദോമും മോവാബും രക്ഷപ്പെടും. അമ്മോന്റെ സന്ധികളും രക്ഷപ്പെടും. അത് ആ 3 ഗ്രൂപ്പ് ഇപ്പോഴത്തെ ജോർദാനാണ്. അപ്പം ഈ യുദ്ധത്തിലെല്ലാം യോർദാന് അവിടെ രക്ഷപ്പെടും. യോർദാന് ആരും കൈയടക്കുകയില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ ഇപ്പം വായിച്ചതിൽ നിന്ന് 16-ാം അധ്യായത്തിൽ നിന്ന് വായിച്ചതിൽ നിന്ന് യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് കിഴക്ക് നിന്നുള്ള രാജ്യങ്ങൾ വരുമെന്നുള്ളത് നമ്മൾ വായിച്ചില്ല. പൂർവ്വ രാജ്യങ്ങളിൽ നിന്നും 200 മില്യൺ പട്ടാളം യൂഫ്രട്ടീസ് ഉണ്ടല്ലോ. അത് ഓക്കെ, മ്യൂട്ട് ചെയ്ത് കാണുകയില്ല, അതായിരിക്കും. അപ്പം പൂർവ്വ രാജ്യങ്ങളിൽ നിന്ന് 200 മില്യൺ പട്ടാളം യൂഫ്രാട്ടീസ് നദി കടന്ന് അന്ത്യക്രിസ്തുവിനെ എതിരായിട്ട് അവിടെ വരുന്നതായിട്ടാണ് നമ്മളിപ്പോ വായിച്ച് മനസ്സിലാക്കിയത്. അപ്പൊ അവിടെ ആ യുദ്ധത്തില് ഏകദേശം 300, കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതാണ്, 200 മില്യൺ ആർമി അവിടെ കിഴക്കേ രാജ്യങ്ങളിൽ നിന്നും അന്ത്യക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ ഏകദേശം 100 മില്യൺ ആർമി വരുമ്പോൾ 300 മില്യൺ ആർമി ആയിരിക്കും അവിടെ വരുന്നത്. അവിടുത്തെ യുദ്ധത്തിന്റെ ആ കെടുതിയെ കുറിച്ച് ഈ വെളിപാട് പുസ്തകം 14-ാം അധ്യായത്തിൽ നമ്മൾ ഒരിക്കൽ വായിച്ചതാണ്. 14:17 മുതൽ 20 വരെ ആരെങ്കിലും ഒരു സഹോദരി വായിക്കുക. റെവല്യൂഷൻ
14:17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. മറ്റൊരു ദൂതൻ സ്വർഗത്തിലെ ആലയത്തിൽ നിന്ന് പുറപ്പെട്ടു. അവൻ മൂർച്ചയുള്ള ഒരു കോങ്കത്തി പിടിച്ചിരുന്നു. തീയുടെ മേൽ അധികാരമുള്ള വേറൊരു ദൂതൻ യാഗപീഠത്തിങ്കൽ നിന്ന് പുറപ്പെട്ടു. മൂർച്ചയുള്ള കോങ്കത്തി പിടിച്ചിരുന്നവനോട്, ഭൂമിയിലെ മുന്തിരിങ്ങ പഴുത്തിരിക്കയാൽ നിന്റെ മൂർച്ചയുള്ള കോങ്കത്തി അയച്ച് മുന്തിരിവള്ളിയുടെ കുല അറുക്കുക എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ദൂതൻ കോങ്കത്തി ഭൂമിയിലേക്ക് എറിഞ്ഞു. ഭൂമിയിലെ മുന്തിരിക്കുല അറുത്തു. ദൈവകോപത്തിന്റെ വലിയ ചക്കിലിട്ടു. ചക്ക് നഗരത്തിന് വെച്ച് പുറത്തു വെച്ച് മെതിച്ചു. ചക്കിൽ നിന്ന് രക്തം കുതിരകളുടെ കടിവാളങ്ങളോളം പൊങ്ങി 200 നാഴിക ദൂരത്തോളം ഒഴുകി. താങ്ക് യു. അവിടെ മനസ്സിലായല്ലോ അവിടെ എത്ര രക്തമാണ്. ഞാൻ ഒരിക്കൽ പറഞ്ഞ 200 മൈൽ അവിടെ രക്തച്ചൊരിച്ചിലാണ് അവിടെ നടക്കുന്നത്. അപ്പൊ യുദ്ധത്തിന്റെ അവസാനമാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് സൂപ്പർ നാച്ചുറൽ ആയിട്ട് ഇവരെ എല്ലാം നശിപ്പിച്ച് യേശുക്രിസ്തു ബോസ്രായിൽ വരുമെന്നുള്ളതാണ്. യെശയ്യാ പ്രവചനം 63:1 മുതൽ 6 വരെ യേശുക്രിസ്തു വരുന്നതിനെ കുറിച്ച് അവസാനത്തിന്റെ ഈ യുദ്ധം എല്ലാം കൺക്ലൂഷൻ പര്യവസാനത്തിനായിട്ട് കൺക്ലൂഡ് ചെയ്യാനായിട്ട് യേശുക്രിസ്തു വരുന്നതാണ് അവിടെ കാണുന്നത്. യെശയ്യാ പ്രവചനം 63:1 മുതൽ 6 വരെ. ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട് ബോസ്രയിൽ നിന്ന് വരുന്നവരിവൻ ആർ? വസ്ത്രാലങ്കൃതനായി തൻ്റെ ശക്തിയുടെ മാഹാത്മ്യത്തിൽ നടന്നുകൊള്ളുന്നവരിവൻ ആർ? നീതിയെ അരുളി ചെയ്യുന്നവനും രക്ഷിപ്പാൻ വല്ലവനുമായ ഞാൻ തന്നെ. നിന്റെ ഉടുപ്പ് ചുവന്നിരിക്കുന്നതെന്ത്? നിന്റെ വസ്ത്രം മുന്തിരിച്ചക്ക് ചവിട്ടുന്നവൻ്റേതുപോലെ ഇരിക്കുന്നതെന്ത്? ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി, ജാതികളിൽ ആരും എന്നോടുകൂടെ ഉണ്ടായിരുന്നില്ല. എൻ്റെ കോപത്തിൽ ഞാൻ അവരെ ചവിട്ടി, എൻ്റെ ക്രോധത്തിൽ അവരെ മെതിച്ചു കളഞ്ഞു. അവരുടെ രക്തം എൻ്റെ വസ്ത്രത്തിൽ തെറിച്ചു. എൻ്റെ ഉടുപ്പൊക്കെയും മലിനമായിരിക്കുന്നു. ഞാൻ ഒരു പ്രതികാര ദിവസം കരുതിയിരുന്നു. എൻ്റെ വിമുക്തന്മാരുടെ സംവത്സരം വന്നിരുന്നു. ഞാൻ നോക്കിയെങ്കിലും സഹായിപ്പാൻ ആരുമില്ലായിരുന്നു. ഞാൻ വിസ്മയിച്ചു നോക്കിയെങ്കിലും തുണപ്പാൻ ആരെയും കണ്ടില്ല. അതുകൊണ്ട് എൻ്റെ ഭുജം തന്നെ എനിക്ക് രക്ഷ വരുത്തി, എൻ്റെ ക്രോധം തന്നെ എനിക്ക് തുണ നിന്നു. ഞാൻ എൻ്റെ കോപത്തിൽ ജാതികളെ ചവിട്ടി, എൻ്റെ ക്രോധത്തിൽ അവരെ തകർത്തു. അവരുടെ രക്തത്തെ ഞാൻ നിലത്ത് വീഴ്ത്തി കളഞ്ഞു. താങ്ക് യു, അപ്രീഷിയേറ്റ് വെരി മച്ച്. ഇപ്പൊ 1-2 പേർക്കൂടെ സോറി, ഞാൻ 2-3 വാക്യങ്ങളൂടെ വായിക്കണം. അത് ശരിക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മൈക്ക 2:12-13 വരെയും പിന്നെ വേറൊരാള് ആമോസ് 1:12 കൂടെ വായിക്കണം. മൈക്ക മീക പ്രവചനം 2:12-13. 2:12-13. യാക്കോബേ, ഞാൻ നിനക്കുള്ളവരെ ഒക്കെയും ചേർത്തുകൊള്ളും. ഇസ്രായേലിൽ ശേഷിപ്പുള്ളവരെ ഞാൻ ശേഖരിക്കും. തൊഴുത്തിലെ ആടുകളെപ്പോലെ, മേച്ചിൽപ്പുറത്തെ ആട്ടിൻകൂട്ടത്തെപ്പോലെ ഞാൻ അവരെ ഒരുമിച്ച് കൂട്ടും. ആൾപ്പെരുപ്പം ഹേതുവായി അവിടെ മുഴക്കമുണ്ടാകും. തകർക്കുന്നവൻ അവർക്ക് മുൻപായി പുറപ്പെടുന്നു. അവർ തകർത്ത ഗോപുരത്തിൽ കൂടെ കടക്കുകയും പുറപ്പെടുകയും ചെയ്യും. അവരുടെ രാജാവ് അവർക്ക് മുൻപായും യഹോവ അവരുടെ തലക്കിലും നടക്കും. താങ്ക് യു. മേച്ചിൽപ്പുറത്തെ ആട്ടുകൂട്ടം എന്ന് പറയുന്നത് ബോസ്രായുടെ അർത്ഥമാണത്. ബോസ്ര എന്നുള്ള വാക്കിന്റെ അർത്ഥം അതാണ്. അതുപോലെ തന്നെ ഹബക്കൂക്കില് ഒരു വാക്യമുണ്ട്, ഐ വിൽ സെൻഡ് എ ഫയർ അഗൻസ്റ്റ് തേമൻ. അത് ഈ തേമൻ എന്ന് പറയുന്നത് ഈസ്റ്റ് ദിക്കിനെ കുറിച്ചാണ്. ആൻഡ് ഇറ്റ് ഷാൽ ഡിവോർ ദി പ്ലേസസ് ഓഫ് ബോസ്ര. അവിടെ ഹബക്കൂക്ക് 3:3 ഇപ്പൊ ഞാൻ വായിച്ചത്. ആമോസ് 1:12 വായിക്കാമോ? ആമോസ് 1:12. വേറൊരു സഹോദരി അത് വായിക്കുമ്പോഴത്തേക്ക് യെശയ്യാ 34:8 മുതൽ 10 വരെ, യെശയ്യാ പ്രവചനം 34:8 മുതൽ 10 വരെ. ഇപ്പൊ ആമോസ് 1:12. ഞാൻ തേമാനിൽ ഒരു തീ അയക്കും, അത് ബോസ്രയിലെ അരമനകളെ ദഹിപ്പിച്ചു കളയും. താങ്ക് യു. യെശയ്യാ 34:8 മുതൽ 10 വരെ. അത് യഹോവ പ്രതികാരം നടത്തുന്ന ദിവസവും സിയോന്റെ വ്യവഹാരത്തിൽ പ്രതിഫലം കൊടുക്കുന്ന സംവത്സരവുമാകുന്നു. അവിടുത്തെ തോടുകൾ കീലായും മണ്ണ് ഗന്ധകമായും നിലം കത്തുന്നത് കീലായും ഭവിക്കും. രാവും പകലും അത് കെടുകയില്ല. അതിന്റെ പുക സദാകാലം പൊങ്ങിക്കൊണ്ടിരിക്കും. തലമുറ തലമുറയായി അത് ശൂന്യമായി കിടക്കും. ഒരുത്തനും ഒരു നാളും അതിൽ കൂടി കടന്നു പോവുകയുമില്ല. വേഴാമ്പലും മുള്ളൻ പന്നിയും അതിനെ കൈവശമാക്കും.
മൂങ്ങയും മലങ്കാക്കയും അതിൽ പാർക്കും. അവൻ അതിന്മേൽ പാടിന്റെ നൂലും ശൂന്യത്തിന്റെ തൂക്കുകട്ടയും പിടിക്കും. താങ്ക് യു. ഇതിനുള്ള ബന്ധത്തില സോറി പിന്നെ ഈ യുദ്ധത്തിന്റെ എല്ലാ പല ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഐസൊലേറ്റഡ് ഒരു വാക്യം എടുത്തല്ല ഇത് സ്ഥാപിക്കുന്നത്. അവസാനം യേശുക്രിസ്തു വന്ന് കൺക്ലൂഡ് ചെയ്യുന്ന യുദ്ധത്തിന്റെ അവസാന ഭാഗമാണ് ഈ കാര്യങ്ങളെല്ലാം കാണുന്നത്. വെളിപാട് പുസ്തകം 19:11 മുതൽ 16 വരെ. റെവലേഷൻ 19:11-16. 11-16. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേലിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്നും പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവൻ്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ. എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തിളച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്നു പേർ പറയുന്നു. താങ്ക് യു. ഇപ്പൊ ഇവിടെ ആ രക്തം അവിടെ പഴയ നിയമത്തിൽ കണ്ടില്ലേ, രക്തം ധരിച്ചു വരുന്ന ഇതെല്ലാം കണക്ഷൻ. ലാസ്റ്റ് ഒന്നുകൂടെ ഉള്ളൂ. സോറി, സക്കറിയ 14:3-5 വരെ. അത് കഴിഞ്ഞ ഉടനെ അധികം വായിക്കേണ്ട. ഇതെല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കാൻ. സക്കറിയ പ്രവചനം 14:3-5 വരെ. എന്നാൽ യഹോവ പുറപ്പെട്ട് താൻ യുദ്ധ ദിവസത്തിൽ പൊരുതുന്നത് പോലെ ആ ജാതികളോട് പൊരുതും. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്കു പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും മാറിപ്പോകും. എന്നാൽ മലകളുടെ താഴ്വര ആസൽ വരെ എത്തുന്നത് കൊണ്ട് നിങ്ങൾ എന്റെ മലകളുടെ താഴ്വരയിലേക്ക് ഓടിപ്പോകും. യഹൂദ രാജാവായ ഉസിയാവിന്റെ കാലത്ത് നിങ്ങൾ ഭൂകമ്പം ഹേതുവായി ഓടിപ്പോയതുപോലെ നിങ്ങൾ ഓടിപ്പോകും. എന്റെ ദൈവമായ യഹോവയും തന്നോടുകൂടെ സകല വിശുദ്ധന്മാരും വരും. അന്നാളിൽ വെളിച്ചം ഉണ്ടാകയില്ല. ജ്യോതിർഗോളങ്ങൾ മറഞ്ഞു പോകും. യഹോവ മാത്രം അറിയുന്ന ഒരു ദിവസം വരും. അത് പകലല്ല, രാത്രിയുമല്ല, സന്ധ്യാസമയത്തോ വെളിച്ചമാകും. അന്നാളിൽ ജീവനുള്ള വെള്ളം യെരൂശലേമിൽ നിന്ന് പുറപ്പെട്ട് പാതി കിഴക്കേ കടലിലേക്കും പാതി പടിഞ്ഞാറേ കടലിലേക്കും ഒഴുകും. അത് ഉഷ്ണകാലത്തും ശീതകാലത്തും ഉണ്ടാകും. യഹോവ സർവഭൂമിക്കും രാജാവാകും. അന്നാളിൽ യഹോവ ഏകനും അവന്റെ നാമം ഏകവും ആയിരിക്കും. ദേശം മുഴുവനും മാറി ഗേബ മുതൽ യെരൂശലേമിന് തെക്ക് രിമ്മോൻ വരെ സമഭൂമിയായിത്തീരും. നഗരമോ ഉന്നതമായി സ്വസ്ഥാനത്ത് ബെന്യാമീൻ ഗോപുരം മുതൽ പണ്ടത്തെ ഗോപുരത്തിന്റെ സ്ഥാനം വരെ ഗോപുരം വരെ തന്നെ ഹനനേൽ ഗോപുരം മുതൽ രാജാവിന്റെ മുന്തിരിച്ചക്കുകൾ വരെയും നിവാസികൾ ഉള്ളതാകും. അവർ അതിൽ പാർക്കും. ഇനി സംഹാര ശബ്ദം ഉണ്ടാകുകയില്ല. യെരൂശലേം നിർഭയം വസിക്കും. താങ്ക് യു വെരി മച്ച്. ഇവിടെ യേശുക്രിസ്തു അവസാനം യുദ്ധം ചെയ്തിട്ട് 1000 ആണ്ട് വാഴ്ച അവിടെ സ്ഥാപിക്കുന്നതിനെ കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ യേശുക്രിസ്തു ബോസ്രായിൽ നിന്ന് പെട്രായിൽ നിന്ന് അവിടെ വന്ന് അവിടെ ശത്രുക്കളെ നശിപ്പിച്ച് സംഹാരം ചെയ്തിട്ട് ജെറുസലേമിലെ ദേവാലയത്തിൽ കടക്കാൻ, അവിടെ ദേവാലയത്തിൽ യേശുക്രിസ്തു കിടക്കുന്ന ഈസ്റ്റേൺ ഗേറ്റ്, ദേവാലയത്തിലുള്ള ഒരു ഈസ്റ്റേൺ ഗേറ്റിൽ കൂടാണ് കിടക്കുന്നത്. യേശുക്രിസ്തു വരുമ്പോൾ കിഴക്കേ വാതിൽ കൂടി കിടക്കുമെന്ന് ആണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അത് മുസ്ലിങ്ങൾക്കും അറിയാം, എല്ലാവർക്കും യഹൂദന്മാർക്കും അറിയാം, മുസ്ലിങ്ങൾക്കും എല്ലാം അതിനെക്കുറിച്ച് അവബോധമുണ്ട്. മത്തായി 21 ഈ 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഞാൻ വായിക്കാൻ പറഞ്ഞതിൽ ഒത്തിരി വായിച്ചതുകൊണ്ട് നിങ്ങൾ അത് പിന്നെ ഇത് കഴിഞ്ഞിട്ട് വായിച്ചാൽ മത്തായി സുവിശേഷം 21 6 മുതൽ 11 വരെ യേശുക്രിസ്തു കഴുതപ്പുറത്ത് വന്നിട്ട് ഈസ്റ്റേൺ ഗേറ്റ് കിഴക്കേ വാതിൽ കൂടെയാണ് അവിടെ പ്രവേശിച്ചത്. ഒരിക്കൽ ഇവിടെ യേശുക്രിസ്തു വന്ന് കയറിയതാണ്. പഴയ ജെറുസലേമിൽ 8 വാതിലുകളുണ്ട്. അതില് 8 വാതിലുകള്, ഒന്ന് ഹെറോദ് ഗേറ്റ്, രണ്ടാമത് ഡമാസ്കസ് ഗേറ്റ്, മൂന്നാമത് ന്യൂ ഗേറ്റ്, നാലാമത് ജാഫ ഗേറ്റ്, പിന്നെ 5ാമത് സയോൻ ഗേറ്റ്, അത് ഡങ് ഗേറ്റ്, അത് 6ാമത്തേതാണ്. 7ാമത്തേത് ഈസ്റ്റേൺ ഗേറ്റ്, അത് 6ാമത്തെയാണ്. 7ാമത്തെയാണ് ഈസ്റ്റേൺ ഗേറ്റ്. ഡങ് ഗേറ്റ് 6ാമത്തെയാണ്. 8ാമത്തേത് ലയൺസ് ഗേറ്റ്. അപ്പൊ ഈസ്റ്റേൺ ഗേറ്റ് ഫേസിങ് മൗണ്ട് ഓഫ് ഒലീവ്സ് അക്രോസ് ദി കിദ്രോൺ വാലി, അത് അടച്ചിട്ടേക്കുന്നുള്ളതാണ്, അത് സീൽ ചെയ്തെന്നാണ് അവിടെ പര്യടനത്തിൽ കാണുന്നത്. ഇന്ന് ഇതിന് ഈസ്റ്റേൺ ഗേറ്റിന് പല പേരുകളുണ്ട്.
ഗോൾഡൻ ഗേറ്റ്, പിന്നെ ബ്യൂട്ടിഫുൾ ഗേറ്റ്. അപ്പോസ്തല പ്രവൃത്തി 3:2 നിങ്ങൾ വായിക്കുന്ന ഓർമ്മ കാണുമല്ലോ, സുന്ദരമെന്ന ഗോപുരം എന്ന ഓർമ്മ. അത് ഈ ഗേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. എബ്രായ ഭാഷയിൽ ദ ഗേറ്റ് ഓഫ് മേഴ്സി എന്നും ഇതിന് പേരുണ്ട്. പഴയ നഗരത്തിലെ ഏറ്റവും പുരാതനമായ വാതിലാണ് ഈ കിഴക്കേ വാതില്. AD 6-7 നൂറ്റാണ്ടില് ഇത് പുതുക്കിപ്പണതു. ദി ഈസ്റ്റേൺ ഗേറ്റ് ഓഫ് ദി സെക്കൻഡ് ടെമ്പിൾ കോമ്പൗണ്ട് ഈസ് കോൾഡ് ദി സൂഷൻ ഗേറ്റ്. അപ്പൊ ദേവാലയത്തിൽ കയറുവാനുള്ള സുഗമമായ വാതിലാണ് ഈ ഈസ്റ്റേൺ കിഴക്കേ വാതിൽ എന്ന് പറയുന്നത്. യേശുക്രിസ്തു ഒലിവുമലയിൽ നിന്നും ഈ വാതിൽ കൂടിയാണ് അന്ന് മത്തായി സുവിശേഷത്തിൽ ഞാൻ മുമ്പേ പ്രസ്താവിച്ച പോലെ അവിടെ പ്രവേശിച്ചത്. AD 1540 കിഴക്കേ വാതിൽ അടച്ചു പൂട്ടി. സുലൈമാൻ ദി മഗ്നിഫിസന്റ് എന്ന ഒട്ടോമൻ സുൽത്താന് ഉത്തരവ് മൂലമാണ് അത് അടച്ചത്. അപ്പൊ ഈ ഒട്ടോമൻ മുസ്ലിം സുൽത്താന് ഇത് ഈ വേദോത്സവത്തില് യഹൂദന്മാരുടെ വിശ്വാസം അറിയാമായിരുന്നു. യഹൂദന്മാരുടെ മശിയ ഈ വാതിൽ കൂടി കടക്കാതിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇത് സീൽ ചെയ്യിപ്പിച്ചത്. ഭാവിയിൽ മശിയ വരുമ്പോൾ ഈ വാതിൽ കൂടെ വരുമെന്ന് യഹൂദർ പഠിപ്പിച്ചിരുന്നു. അത് ഈ മുസ്ലിങ്ങൾക്കും ഈ സുലൈമാന് മാഗ്നിഫിസന്റിനും അറിയാമായിരുന്നു. 16 അടി സിമെന്റ് തേച്ച് ഈ വാതിൽ അടച്ചു. കഴിഞ്ഞ 500 പരം വർഷങ്ങളായിട്ട് ഈ വാതിൽ അടച്ചു കിടക്കുകയാണ്. അതുകൂടാതെ അദ്ദേഹം അവിടെ ഒരു ശവക്കോട്ടയും പണിതു. ഈ യഹൂദ പുരോഹിതന്മാര് ശവക്കോട്ട വരുമ്പം അശുദ്ധിയാകുമല്ലോ, ശവക്കോട്ട കയറാതിരിക്കാൻ വേണ്ടിയിട്ടൊരു ശവക്കോട്ടയും അവിടെ പണിതായിരുന്നു. എസെക്കിയേൽ 10:18 ഒന്ന് വായിച്ച് എസെക്കിയേൽ 10:18-19 ഇതിനെ ഇവിടെ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. ദൈവത്തിന്റെ മഹത്വം ഈ വാതിൽ കൂടെ പുറത്തു പോയതായിട്ട് നമ്മൾ അവിടെ കാണുന്നുണ്ട്. എസെക്കിയേൽ 10:18-19. പിന്നെ യഹോവയുടെ മഹത്വം ആലയത്തിന്റെ ഉമ്മരപ്പടി വിട്ട് പുറപ്പെട്ടു, കെരൂബുകളിൽ മീതെ വന്നു നിന്നു. അപ്പോൾ കെരൂബുകൾ ചിറക് വിടർത്തി ഞാൻ കാണെ ഭൂമിയിൽ നിന്ന് മേലോട്ട് പൊങ്ങി. അവ പൊങ്ങിയപ്പോൾ ചക്രങ്ങളും ചേരെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാം കൂടെ യഹോവയുടെ ആലയത്തിന്റെ കിഴക്കേ പടിവാതിൽക്കൽ ചെന്നു നിന്നു. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വവും മേലെ അവയ്ക്ക് മീതെ നിന്നു. അടുത്ത അധ്യായം 11 ആ സെയിം 11:22-23 ഒന്ന് വായിച്ചേക്കാം. അനന്തരം കെരൂബുകൾ ചിറക് വിടർത്തു, ചക്രങ്ങളും ചേരെ തന്നെ ഉണ്ടായിരുന്നു. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വവും മേലെ അവയ്ക്ക് മീതെ ഉണ്ടായിരുന്നു. യഹോവയുടെ മഹത്വം നഗരത്തിന്റെ നടുവിൽ നിന്ന് മേലോട്ട് പൊങ്ങി നഗരത്തിന് കിഴക്കുവശത്തുള്ള പർവ്വതത്തിന്മേൽ നിന്നു. എന്നാൽ ആത്മാവ് എന്നെ എടുത്ത് ദർശനത്തിൽ ദൈവാത്മാവിനാൽ തന്നെ കൽദയ ദേശത്ത് പ്രവാസികളുടെ അടുക്കൽ കൊണ്ടുവന്നു. ഞാൻ കണ്ട ദർശനം എന്നെ വിട്ട് പൊങ്ങിപ്പോയി. ഞാനോ യഹോവ എനിക്ക് വെളിപ്പെടുത്തിയ അവന്റെ സകല വചനങ്ങളും പ്രവാസികളോട് പ്രസ്താവിച്ചു. താങ്ക് യു വെരി മച്ച്. അവിടെ നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ ദൈവത്തോടുള്ള അനുസരണക്കണം, ദൈവത്തെ കോപിച്ചത് കൊണ്ട് ദൈവത്തിന്റെ മഹത്വം അവിടുന്ന് ദേവാലയത്തിൽ നിന്ന് പോയി. എന്നാൽ ദേവാലയത്തിൽ കർത്താവായ യേശുക്രിസ്തു തിരിച്ചു വരുമ്പോഴാണ് ആ മഹത്വം അവിടെ വീണ്ടും പ്രവേശിക്കുന്നത്. അതാണ് ഈ കിഴക്കേ വാതിൽ കൂടെയാണ് പ്രവേശിക്കുന്നത്. ഇത് ആദ്യത്തെ ഈസ്റ്റേൺ ഗേറ്റ് അണ്ടർഗ്രൗണ്ടിൽ ആയിരുന്നു, പിന്നെ അത് പുതുക്കി പണിതായിരുന്നു. AD 70 ജെറുസലേം നശിച്ചപ്പോൾ വാതിൽ നശിച്ചു. സുലൈമാൻ ഈ വാതിൽ അടച്ചുകൂടാത്ത വണ്ണം ഒരു ശവക്കോട്ടയും പണിതു. ഒരു യഹൂദ പുരോഹിതനും അശുദ്ധമായിരുന്ന ശവക്കോട്ടയിൽ കൂടെ പ്രവേശിക്കാതിരിക്കുവാനാണ് സുലൈമാന്. ഞാൻ ഇച്ചിരി മുമ്പേ അത് പറഞ്ഞതാണ്. ഈ പ്രവചനം 2100 വർഷങ്ങൾക്ക് മുമ്പ് എസെക്കിയേൽ പ്രവചിച്ചിട്ടുള്ളത്. അത് അവർക്ക് അറിയാറുണ്ട്. എസെക്കിയേൽ 44 1-2 അത് അവിടെ പറയുന്നുണ്ട്. ഞാനത് നിങ്ങൾക്ക് സമയം പോകുന്നത് കൊണ്ട് ഞാനത് വായിപ്പിക്കുന്നില്ല. എസെക്കിയേൽ 44 1-2 ഇത് ഈ വാതിൽ അടച്ചിടണം എന്നുള്ളത്. 1000 ആണ്ടിലെ ദേവാലയത്തിലും യേശുക്രിസ്തു ഈ വാതിൽ കൂടി പ്രവേശിക്കും. കഴിഞ്ഞ നൂറ്റാണ്ടിൽ പല പ്രാവശ്യം ഈ വാതിൽ തുറക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒന്നാം ലോകമഹായുദ്ധത്തിൽ 1917 ബ്രിട്ടീഷ് പട്ടാളത്തെ തടയുവാൻ എല്ലാ വാതിലും അടച്ച് കിഴക്കേ വാതിൽ മാത്രം തുറക്കുവാൻ തീരുമാനിച്ചു. 1917 ഞാൻ ആദ്യം പറഞ്ഞ അതാണ്. എന്നാൽ പണിക്കാർ ഇത് പൊളിക്കാൻ തുടങ്ങുന്ന സമയത്ത് ബ്രിട്ടീഷ് ജനറൽ അലൻബി ഇതിന്റെ മുകളിൽ കൂടി പറന്നപ്പോൾ ജോലിക്കാരെല്ലാം ഭയന്ന് ഓടി. ഒരു പോലും പൊട്ടിക്കാതെ ജെറുസലേം കംപ്ലീറ്റ് ഇസ്രായേൽ മുഴുവൻ ബ്രിട്ടന്റെ കൈവശമായി.
അപ്പം ഈ കിഴക്കേ വാതിൽ തുറക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ സംഭവം ഉണ്ടായത്. അതുപോലെ പിന്നെ വേറെ 1967 യുദ്ധം, അറബ് ഇസ്രായേൽ 6 Day വാർ നമുക്കെല്ലാം അറിയാവുന്നതാണ്, നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടെ ഇത് വീണ്ടും തുറക്കുവാൻ ശ്രമം തുടങ്ങി. ജോർദാനിലെ ഹുസൈൻ രാജാവ് മാഗ്രവ് ഗേറ്റിന്റെ സമയം ഒരു ഹോട്ടൽ പണിയാൻ തീരുമാനിച്ചു. അത് പണിയാൻ ഈ കിഴക്കേ വാതിൽ അത് കഴിഞ്ഞാൽ ഈ കിഴക്കേ വാതിൽ തുറക്കേണ്ട ഒരു ആവശ്യമായിരുന്നു. അവര് ഇത് പണിയാൻ ഇത് ഈ കിഴക്കേ വാതിൽ തുറക്കാനായിട്ട് ജോലിക്കാരെ അത് തുടങ്ങുന്ന ആ സമയത്താണ് 6 Day വാർ തുടങ്ങിയത്. അപ്പോൾ അതിന് ശേഷമാണ് അവിടെ 6 ദിവസത്തെ യുദ്ധം നടന്ന ആ സ്ഥലങ്ങളെല്ലാം ഇസ്രായേൽ അവിടെ കൈയെടുക്കുന്നത്. അവിടെ ദൈവം സൂപ്പർ നാച്ചുറലി, ബൈ ദ വേ ഇടയ്ക്ക് പറയട്ടെ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു യൂട്യൂബ് ഈ ഒത്തിരി ഫേക്ക് യൂട്യൂബ് വീഡിയോകളുണ്ട്. അവര് നമ്മളെ ശ്രദ്ധിക്കണം. ഈസ്റ്റേൺ ഗേറ്റ് തുറന്നു, യേശുക്രിസ്തു വന്നെന്നും പറഞ്ഞ് യൂട്യൂബിൽ ഒത്തിരി വീഡിയോ ഉണ്ട്. അതിന്റെ ഈസ്റ്റേൺ ഗേറ്റിന്റെ ആ ഭാഗത്തെങ്ങാണ്ട് ആരാണ്ട് പോയതിന്റെ കാര്യങ്ങളാണ് സെൻസേഷനലൈസ് ചെയ്യാനാണ്. അതുപോലെ യൂട്യൂബിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പം അവിടെ എലോൺ മസ്ക് ചെന്നു, ഹോസ്പിറ്റലിൽ ചെന്നു, അദ്ദേഹത്തെ ശരിക്കും സ്വീകരിച്ചില്ല, അദ്ദേഹം അതിന്റെ ഓണറാണെന്ന് അറിയാതെ ഇൻസൾട്ട് ചെയ്തു. അതുപോലെ തന്നെ ഗൂഗിളിന്റെ ചെയർമാനെ അവര് പിന്നെ വേറെ ഒരു കമ്പനി ചെന്നപ്പോൾ ഇൻസൾട്ട് ചെയ്തു. പക്ഷെ ഗൂഗിളിന് ചെയർമാൻ ഓണറാണെന്ന് അറിഞ്ഞുകൂടായിരുന്നു. ഇതൊക്കെ നമ്മളെ ഇത് ഫേക്ക് ആയിട്ടുണ്ടാക്കുന്നത്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കേരളത്തിൽ ഇതുപോലുള്ള കഥകൾ സണ്ണിയുടെ ലൈൻ ഫെയ്ഡ് ആയിപ്പോയി. കേൾക്കുന്നുണ്ടോ? 260 ദിവസങ്ങൾ ഇസ്രായേലിനെ കഠിനമായ പീഡനകാലമാണ്. മത്തായി 24:15 മുതൽ 22 വരെ നമ്മൾ വായിച്ച് പലപ്പോഴും പഠിച്ചതാണ്. യെരൂശലേം ജാതികളായി ചവിട്ടപ്പെടും. ലൂക്കോസ് 21:20-24 നമുക്കത് കാണാം. സക്കറിയാവ് 14:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളുണ്ട്. യഹൂദയിൽ നിന്നുള്ള യൂതന്മാരുടെ പലായനത്തെ, ഈ ദുരന്തത്തെ കുറിച്ച് യോവേൽ പ്രവാചകനും അവിടെ ദർശിക്കുകയുണ്ടായി. യോവേൽ 2:1 മുതൽ ഒന്ന് വായിക്കാമോ? യോവേൽ പ്രവചനം. അപ്പോൾ ഈ മഹാപീഡനം യുദ്ധം തുടങ്ങുമ്പോൾ ഇസ്രായേല്, ഇപ്പൊ ഞാനിത് കൺക്ലൂഷനാ പറഞ്ഞത്, കൺക്ലൂഷൻ മുമ്പുള്ള കാര്യമായിട്ട്, ഇസ്രായേൽ അന്ത്യക്രിസ്തുവിന്റെ മഹാപീഡനം കൊണ്ട് അവര് പെട്രായിലേക്ക് അവര് ഓടിപ്പോകുന്ന കാര്യമാണ് ഈ അവിടെ പ്രസ്താവിക്കുന്നത്. യോവേൽ 2:1 മുതൽ 10 വരെ. സിയോനിൽ കാഹളം ഊതുവീൻ, എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ അയ്യം വിളിപ്പീൻ. യഹോവയുടെ ദിവസം വരുന്നത് കൊണ്ടും അതടുത്തിരിക്കുന്നത് കൊണ്ടും ദേശത്തിലെ സകല നിവാസികളും നടുങ്ങിപ്പോകട്ടെ. ഇരുട്ടും അന്ധകാരവുമുള്ള ഒരു ദിവസം, മേഘവും കൂരിരുട്ടുമുള്ള ഒരു ദിവസം തന്നെ. പർവ്വതങ്ങളിൽ പരന്നിരിക്കുന്ന പ്രഭാതം പോലെ പെരുപ്പവും ബലവുമുള്ള ഒരു ജാതി, അങ്ങനെയുള്ളത് പണ്ട് ഉണ്ടായിട്ടില്ല. ഇനിമേൽ തലമുറയായുള്ള ആണ്ടുകളോളം ഉണ്ടാകുകയുമില്ല. അവരുടെ മുൻപിൽ തീ കത്തുന്നു, അവരുടെ പിൻപിൽ ജ്വാല ദഹിപ്പിക്കുന്നു. അവരുടെ മുൻപിൽ ദേശം ഏദൻ തോട്ടം പോലെയാകുന്നു. അവരുടെ പിറകിലോ ശൂന്യമായുള്ള മരുഭൂമി. അവരുടെ കയ്യിൽ നിന്ന് യാതൊന്നും ഒഴിഞ്ഞു പോകയില്ല. അവരുടെ രൂപം കുതിരകളുടെ രൂപം പോലെ, അവരുടെ കുതിരച്ചേവകരെ പോലെ ഓടുന്നു. അവർ പർവ്വത ശിഖരങ്ങളിൽ രഥങ്ങളുടെ മുഴക്കം പോലെ കുതിച്ചു ചാടുന്നു. അഗ്നിജ്വാല താളടിയെ ദഹിപ്പിക്കുന്ന ശബ്ദം പോലെയും പടയ്ക്ക് നിരന്നു നിൽക്കുന്ന ശക്തിയുള്ള പടജനം പോലെയും തന്നെ. അവരുടെ മുൻപിൽ ജാതികൾ നടുങ്ങുന്നു, സകല മുഖങ്ങളും വിളറിപ്പോകുന്നു. അവർ വീരന്മാരെ പോലെ ഓടുന്നു, യോദ്ധാക്കളെ പോലെ മതിൽ കയറുന്നു. അവർ പാത വിട്ടുമാറാതെ താന്താൻ്റെ വഴിയിൽ നടക്കുന്നു. അവർ തമ്മിൽ തിക്കാതെ താന്താൻ്റെ പാതയിൽ നേരെ നടക്കുന്നു. അവർ മുറിവേൽക്കാതെ ആയുധങ്ങളുടെ ഇടയിൽ കൂടി ചാടുന്നു. അവർ പട്ടണത്തിൽ ചാടിക്കടക്കുന്നു, മതിലിന്മേൽ ഓടുന്നു, വീടുകളിന്മേൽ കയറുന്നു. കള്ളനെ പോലെ കിളിവാതിലിൽ കൂടെ കടക്കുന്നു. അവരുടെ മുൻപിൽ ഭൂമി കുലുങ്ങുന്നു, ആകാശം നടുങ്ങുന്നു. സൂര്യനും ചന്ദ്രനും ഇരുണ്ടുപോകുന്നു, നക്ഷത്രങ്ങൾ പ്രകാശം നൽകാതിരിക്കുന്നു. താങ്ക് യു. ദക്ഷിണ യോർദാന് ചുറ്റുമുള്ള പെട്രായിലേക്ക് അവര് ഓടിപ്പോകുന്ന കാര്യങ്ങളാണ്. മുമ്പേ വായിച്ച പോലെ അനവധി സ്ഥലങ്ങളുണ്ട്. നമുക്ക് സമയമില്ലല്ലോ. ക്രയവിക്രയങ്ങളൊന്നും ചെയ്യാൻ സാധ്യമല്ലാതെ അവര് ഇസ്രായേൽ ജനങ്ങളെ, ദൈവത്തെ, അന്ത്യക്രിസ്തുവിനെ നമസ്കരിക്കാത്തവര്, പൂജിക്കാത്തവര് ഓടിപ്പോകുന്ന ചരിത്രമാണ് നമ്മൾ കാണുന്നത്.
വെളിപാട് 12 നമ്മളത് പഠിച്ച ഈ പാലായനത്തെ പറ്റി നമ്മൾ വെളിപാട് 12 പഠിച്ചതാണ്. ഈ ഓടിപ്പോയവരെ സഹായിക്കുന്നവരെ കുറിച്ചാണ് ചെമ്മരിയാടുകൾ. നമ്മൾ അതും മത്തായി സുവിശേഷം 25:31 ചെമ്മരിയാടുകൾ കോലാടുകൾ യേശുക്രിസ്തു അവിടെ അവർക്ക് ന്യായം വിധിക്കുന്ന ഇങ്ങനെ ഓടിപ്പോയ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് ചെമ്മരിയാടുകൾ. അവിടെ മത്തായി 25 കാണുന്ന ന്യായവിധി അവരും 1000 ആണ്ടിൽ പ്രവേശിക്കും. അപ്പൊ ഇന്ന് പല ടെക്നിക്കൽ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ടെക്നിക്കൽ പ്രശ്നങ്ങൾ വരുമ്പോൾ എനിക്ക് അതിന്റെ ഫ്ലോ അങ്ങ് നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരിക്കും പറയാൻ സാധിച്ചില്ല. പിന്നെ എല്ലാം ഞാൻ വായിപ്പിക്കാനും പറ്റിയില്ല. സമയം 9 മണി ആയതുകൊണ്ട് ഇനിയും സോറി. ഇപ്പം ഇത് പെട്ടായുടെ ചരിത്രം വരുന്നാഴ്ച ഞാൻ പറഞ്ഞ് ഇത് കൺക്ലൂഡ് ചെയ്യാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പെട്ടായിലേക്ക് ഓടിപ്പോകുന്ന കാര്യമാണ് നമ്മൾ വായിച്ചത്. വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തില് വായിക്കുകയാണെങ്കിൽ പെട്രായിലേക്ക് ഓടിപ്പോകുന്നതിനെ കുറിച്ച് അവിടെ പ്രസ്താവിക്കുന്നുണ്ട്. ഞാൻ ഈ ക്ലാസ് നിർത്തുകയാണ് ഇവിടെ. നിങ്ങൾക്ക് 9 ഓക്കെ ആണോ? അതിൽ ചോദിക്കാനുണ്ടോ? അതോ ബുധനാഴ്ച കണ്ടിന്യൂ ചെയ്താൽ മതിയോ? എന്തെങ്കിലും ഈ Psalms 24:7 onwards, പിന്നെ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിക്കുവിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആ താഴോട്ട് 2 പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വാതിലെന്ന് പറയുന്ന ഈസ്റ്റേൺ ഗ്രീക്ക്. അത് ഞാൻ റെഫർ എനിക്ക് അതെനിക്ക് തോന്നുന്നില്ല ഇപ്പോഴേ. ഞാൻ അത് ഒന്നുകൂടെ റെഫർ ചെയ്തിട്ട് ഒന്നുകൂടെ വായിച്ചത് 24:7 അല്ലേ? 7 തൊട്ട് 10 വരെയുള്ള അത് 2 വാക്യങ്ങൾ വീതം റിപ്പീറ്റ് ചെയ്തിരിക്കുക. 7-ലും 8-ലും അതിൽ 9-ലും 10-ലും സെയിം വാക്യങ്ങൾ റിപ്പീറ്റ് ചെയ്തിരിക്കുക. പിന്നെ അത് രക്ഷയുടെ വാതിൽ എന്നുള്ള മീനിങ്ങിലായിരിക്കും അത്. എന്നാൽ ഇത് ഈസ്റ്റേൺ ഗേറ്റ് പ്രിസൈസ്ലി ഈസ്റ്റേൺ ഗേറ്റ് ആയിരിക്കണമെന്നില്ല. ഞാൻ അതൊന്നുകൂടെ നോക്കിയിട്ട് വരുന്നതായിട്ട് ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഹാൻഡിൽ ചെയ്യാം. പിന്നെ അതുപോലെ ഈ ഓട്ടോമൻ എംപയർ സുലൈമാൻ ആ വാതിൽ അടച്ചെന്ന് പറഞ്ഞ അത് എസെക്കിയേൽ പ്രവചനത്തിനെ കുറിച്ച് അദ്ദേഹത്തിന് വല്ല അറിവ് ഉണ്ടായിട്ടായിരുന്നു? അത് അദ്ദേഹം അങ്ങനെ ഒരു എംപയർ എന്നുള്ള രീതിയിൽ അതൊക്കെ ചെയ്തെന്നുള്ളതേ ഉള്ളൂ. അത് അവർക്ക് പിന്നെ അവയർനെസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ യൂതന്മാരിത് പഠിപ്പിക്കുന്ന എല്ലാം ഈ മുസ്ലിങ്ങളും അവരെല്ലാം ഈ ഖുറാനിലും ഒക്കെ ഓൾഡ് ടെസ്റ്റ്മെന്റ് ഉണ്ടല്ലോ, പഴയ നിയമം ധാരാളം ഉണ്ടല്ലോ. അപ്പൊ അവർക്ക് ഈ യൂതന്മാരെ പഠിപ്പിക്കുന്നൊക്കെ അറിയാമായിരുന്നു. അവർ പല ഈ രാജാക്കന്മാരാന്ന് പറയുന്നത് ഒത്തിരി സ്കോളേഴ്സ് ഉണ്ടല്ലോ. നമുക്ക് തന്നെ അറിയാം, പല സുശേഷകന്മാരുണ്ട്. അതിൽ ഒത്തിരി സ്കോളേഴ്സ് ആയിട്ടുള്ള സുശേഷകന്മാരുണ്ട്, സാധാരണക്കാരുണ്ട്. വായിച്ച് എന്ന് പറയുന്നത് ഈ രാജാവ് സുലൈമാന് വളരെ ബുദ്ധിയുള്ള ആളായിരുന്നു. ഇത് വേദപുസ്തകം നല്ലപോലെ അറിയാം, യൂതന്മാരുടെ സംഭവം എല്ലാം അറിയാം. അതുകൊണ്ടാണ് ശവക്കോട്ടയം അവിടെ പണിതത് അവിടെ. അതുകൊണ്ട് അടച്ചിട്ടതാണ്. അപ്പൊ എസെക്കിയേൽ പ്രവചനത്തിൽ ഞാൻ വായിക്കാൻ സമയമില്ല. അവിടെ പറഞ്ഞിട്ടുണ്ട് 2000 കൊല്ലത്തിന് മുമ്പ് അത് അടച്ചിടുന്ന തുറക്കുകയില്ലെന്ന് അവിടെ. അല്ല, അത് പറഞ്ഞിട്ടുണ്ട്. അതാ എനിക്കിപ്പോ ഇത് വായിച്ചപ്പോ ഒരു സംശയം. അത് അറിയാമായിരുന്നു ഈ അതറിഞ്ഞുകൊണ്ടാണ് കേടായിരിക്കാൻ വേണ്ടി അവർ ചെയ്തത്. പക്ഷെ സൂപ്പർ നാച്ചുറലി കിങ് ഹുസൈന് 67 തുറക്കാൻ ശ്രമിച്ചപ്പോൾ ഹോട്ടൽ പണിയാൻ അവർ പണിയായുധങ്ങളെല്ലാം കൈ പൊക്കിയതായിരുന്നു ജോലിക്കാർ. അന്നേരം 7th പ്രിഎംപ്റ്റീവ് അറ്റാക്ക് ഇസ്രായേലോടെ നടത്തുന്നത്. അതുപോലെ തന്നെ ഈ അലൻബി അവിടെ വരുമ്പോൾ തുറക്കാൻ നടക്കിയപ്പം അലൻബി പൈപ്പ് ലൈനിൽ പറന്നിട്ട് പിന്നെ അനൗൺസ് ചെയ്തു. എല്ലാവരും അത് കേട്ടുകൊണ്ട് തുർക്കി പട്ടാളം ഓടിപ്പോവുകയായിരുന്നു. ഒരു പിടി പോലും പൊട്ടിക്കേണ്ടി വന്നു. ഇതെല്ലാം സൂപ്പർ നാച്ചുറൽ ഇതേയുണ്ട്. ഇപ്പൊ യൂട്യൂബില് ഒളി തുറന്നു എന്നും പറഞ്ഞ് ഞാൻ പലത് കണ്ട്. അത് ബന്ധമില്ല. അത് സെൻസേഷനലൈസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി വരുന്നാഴ്ച പ്രാർത്ഥന കൊണ്ടിരിക്കുക. വരുന്നാഴ്ച അത് കൺക്ലൂഡ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്. അപ്രീഷിയേറ്റ്. ഓക്കെ, താങ്ക് യു സണ്ണി. വെൽക്കം. ഓക്കെ.